ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ വിഷ്ണുരാജ്. അപ്പം നമ്മളിന്ന് നാഷണൽ ഫിലിം അവാർഡ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് ഫോർ ദി ഇയർ 2024. അതായത് 2024 പുറത്തിറങ്ങിയ സിനിമകൾക്കുള്ള അവാർഡാണ് നൽകിയത്. 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് ഫോർ ദി ഇയർ 2024. അപ്പോൾ അത് പ്രഖ്യാപിച്ച തീയതിയാണ് 2026 ജൂലൈ 18. സ്വാഭാവികമായിട്ടും ഇവിടെ 2025 വരേണ്ടത്. 2020 കോവിഡ് കാരണം ആ വർഷത്തെ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചില്ല. അത് തൊട്ടടുത്ത വർഷമാണ് പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായും തലേ വർഷം പ്രഖ്യാപിക്കേണ്ട ദേശീയ അവാർഡ് ഇപ്പോൾ തലേ വർഷം പ്രഖ്യാപിച്ചാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം വരാനുള്ള കാരണം. അത് ശരിയാവണമെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം എന്ത് ചെയ്യണം, 2 അവാർഡുകൾ ഒരുമിച്ച് പ്രഖ്യാപിക്കേണ്ടതായിട്ട് വരും. അത് ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് ഫോർ ദി ഇയർ 2024, അതായത് 2024 പുറത്തിറങ്ങിയ സിനിമകൾക്കുള്ള അവാർഡാണ് കൊടുത്തത്. ദേശീയ ഫിലിം അവാർഡ് പ്രഖ്യാപിപ്പിക്കുമ്പോൾ 2 തരത്തിലാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്: ഫീച്ചർ ഫിലിം കാറ്റഗറിയും നോൺ ഫീച്ചർ ഫിലിം കാറ്റഗറിയും. അപ്പോൾ ഫീച്ചർ ഫിലിം എന്ന് വെച്ചാൽ എന്താണ്? സാങ്കേതിക മേന്മയുള്ള സിനിമകൾ, മികച്ച ക്യാമറ, മികച്ച എഡിറ്റിങ്, അതായത് ഒരു വ്യവസ്ഥാപിത സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേരുന്ന സിനിമയെ വിളിക്കുന്ന പേരാണ് ഫീച്ചർ ഫിലിം. നോൺ ഫീച്ചർ ഫിലിം ഉണ്ട്. നോൺ ഫീച്ചർ ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥാപിത സിനിമയ്ക്ക് ചേർന്ന രീതിയിലായിരിക്കത്തില്ല ചെയ്യുന്നത്. അത്ര ക്യാമറ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല, അത്ര സാങ്കേതിക മികവ് കാണത്തില്ല. അത്തരം സിനിമകൾ വിളിക്കുന്നവരാണ് നോൺ ഫീച്ചർ ഫിലിം. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് വരാം. അപ്പോൾ ബെസ്റ്റ് ഫീച്ചർ ഫിലിംസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ മത്സര പരീക്ഷകൾക്കെല്ലാം കൂടുതലും ചോദിക്കുന്നത് ഫീച്ചർ ഫിലിംസ് ആയിരിക്കും. അപ്പോൾ മികച്ച നടൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മളുടെ 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരമാണ് 2 പേർക്ക് കിട്ടി. മമ്മൂട്ടി സിനിമ ഭ്രമയുഗം, മലയാളത്തിന് അഭിമാനമായിട്ടുള്ള മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടി. 4ാമത്തെ പ്രാവശ്യമാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടുന്നത്. ഇനി കൂടെ ഒരാൾക്ക് കൂടി കിട്ടി. കാർത്തിക് ആര്യൻ സിനിമയാണ് ചന്തു ചാമ്പ്യൻ, ഹിന്ദി സിനിമ. അപ്പം ഞാൻ വീണ്ടും നമ്മുടെ മലയാളത്തിന് അഭിമാനമായിട്ടുള്ള മമ്മൂട്ടിയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ മികച്ച നടൻ മമ്മൂട്ടി സിനിമ ഭ്രമയുഗം. കൊടുമൺ പോറ്റിയായും ചാത്തനായും നടത്തിയ പകർനാട്ടത്തിനാണ് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയത്. മമ്മൂട്ടിക്ക് 4ാമത്തെ പ്രാവശ്യമാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ 2 പേരാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ചോദിക്കും, മികച്ച നടനുള്ള ദേശീയ അവാർഡ് 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത്? മമ്മൂട്ടി ഭ്രമയുഗം, കാർത്തിക് ആര്യൻ, ചന്തു ചാമ്പ്യൻ. ഇപ്പോൾ 2 പേർക്കാണ് കിട്ടിയത്. അത് ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ ചോദിക്കും, 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ മമ്മൂട്ടിക്കൊപ്പം മികച്ച നടനുള്ള ദേശീയ അവാർഡ് പങ്കിട്ട വ്യക്തി ആര്? കാർത്തിക് ആര്യൻ, സിനിമയാണ് ചന്തു ചാമ്പ്യൻ. അപ്പോൾ നമ്മുടെ മമ്മൂട്ടിക്ക് 4 പ്രാവശ്യമാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത്. അപ്പോൾ ആദ്യം കിട്ടിയത് 1989 37ാമത് നാഷണൽ ഫിലിം അവാർഡ്സ്, സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ മതിലുകൾ. അടുത്ത കിട്ടുന്നത് 93 41ാമത് നാഷണൽ ഫിലിം അവാർഡ്സ്, സിനിമയാണ് വിധേയൻ പൊന്തന്മാട. അടുത്തത് 1998 46ാമത് നാഷണൽ ഫിലിം അവാർഡ്സ്, സിനിമയാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. ഇനി 2024 നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സ്, ചിത്രം ഭ്രമയുഗം. അങ്ങനെ നമ്മുടെ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് 4 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇത് റെക്കോർഡാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത് 2 പേർക്കാണ്. മമ്മൂട്ടിക്കും അമിതാഭ് ബച്ചനും 2 പേർക്കും 4 പ്രാവശ്യം വീതം. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ദേശീയ ചലച്ചിത്ര അവാർഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് 4 പ്രാവശ്യം സ്വന്തമാക്കി അമിതാഭ് ബച്ചനും മമ്മൂട്ടിയും സംയുക്തമായി റെക്കോർഡ് നേടിയിരിക്കുന്നു. ഇവിടെ അറിയേണ്ട പോയിന്റാണ്, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത് 2 പേർക്കാണ്. മമ്മൂട്ടി ആൻഡ് അമിതാഭ് ബച്ചൻ 2 പേർക്ക് 4 പ്രാവശ്യം. ഇത് റെക്കോർഡാണ്, അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. ഇനി മികച്ച നടി യാമി ഗൗതം, സിനിമയാണ് ആർട്ടിക്കിൾ 370, ഹിന്ദി സിനിമ. അപ്പോൾ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയ ആളുടെ പേരാണ് യാമി ഗൗതം. മലയാള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഹീറോ പോലുള്ള മലയാള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 370, ഹിന്ദി സിനിമ. ഇനി മികച്ച സിനിമ 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സിലെ മികച്ച സിനിമ, ആർട്ടിക്കിൾ 370. സംവിധാനം ചെയ്തത് ആദിത്യ സുഹാസ് ജംഭാലെ.
നമ്മുടെ ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകിയിരുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 370. അപ്പോൾ അത് നീക്കം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണിത്. അപ്പോൾ ഓർത്ത് വച്ചിരിക്കുക, മികച്ച സിനിമ ആർട്ടിക്കിൾ 370. ഇനി മികച്ച നവാഗത സംവിധായകൻ, മികച്ച പുതുമുഖ സംവിധായകൻ അവാർഡ് കിട്ടിയ ആളുടെ പേരാണ് രൺദീപ് ഹൂഡ. സിനിമയാണ് സ്വാതന്ത്ര്യ വീർ സവർക്കർ. ഹിന്ദി ഭാഷയിലെ സിനിമയാണ്. BD സവർക്കറിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ സിനിമയാണ്. ഇതിൽ BD സവർക്കറായി വേഷമിട്ടതും രൺദീപ് ഹൂഡ തന്നെയാണ്. അപ്പോൾ മികച്ച നവാഗത സംവിധായകൻ രൺദീപ് ഹൂഡ. സിനിമയാണ് സ്വാതന്ത്ര്യ വീർ സവർക്കർ. BD സവർക്കറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ്. BD സവർക്കറായി വേഷമിട്ടത് രൺദീപ് ഹൂഡ തന്നെയാണ്. അത് ഓർത്തു വച്ചിരിക്കുക. മികച്ച ജനപ്രിയ സിനിമ, ബെസ്റ്റ് ഫിലിം പ്രൊവൈഡിംഗ് ഹോൾസം എൻ്റർടൈൻമെൻറ്റ്. മികച്ച ജനപ്രിയ സിനിമ ലഭിച്ച സിനിമയാണ് കൽക്കി 2898 AD. സംവിധാനം നാഗ് അശ്വിൻ സിംഗി റെഡ്ഡി. തെലുങ്ക് ഭാഷയിലെ സിനിമയാണ്. മികച്ച ജനപ്രിയ സിനിമയാണ് കൽക്കി 2898 AD. ഇനി ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മികച്ച സിനിമ, ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മികച്ച സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ. സംവിധാനം അരുൺ മാതേശ്വരൻ. ധനുഷ് നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ. അതാണ് ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച മികച്ച സിനിമ ക്യാപ്റ്റൻ മില്ലർ. സംവിധാനം ചെയ്ത് അരുൺ മാതേശ്വരൻ, തമിഴ് സിനിമ. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസാമി. സിനിമയാണ് അമരൻ, തമിഴ് സിനിമയാണ്. ഓക്കെ, അപ്പോൾ മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസാമി. 2014 രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മുകുന്ദ് വരദരാജൻ എന്ന് പറയുന്ന സൈനിക ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ സിനിമയാണ് അമരൻ. ഓക്കെ, അപ്പോൾ മികച്ച സംവിധാനം രാജ്കുമാർ പെരിയസ്വാമി. സിനിമയാണ് അമരൻ, തമിഴ് സിനിമ. ഇനി മികച്ച സഹനടൻ, ദേശീയ അവാർഡ് കിട്ടിയ ആളുടെ പേരാണ് സഞ്ജയ് മിശ്ര. സിനിമയാണ് ഭക്ഷക്, ഹിന്ദി സിനിമയാണ്. മികച്ച സഹനടി 2 പേർക്ക് ദേശീയ അവാർഡ് കിട്ടി. സജന നമിദാസ്, മഹാരാജ, തമിഴ് സിനിമയാണ്. രൂപശ്രീ വർക്കടി, മിത്യ, കന്നഡ സിനിമ. അപ്പോൾ 2 പേർക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക, മികച്ച സഹനടൻ ദേശീയ അവാർഡ് കിട്ടിയ ആളുടെ പേരാണ് സഞ്ജയ് മിശ്ര. സിനിമയാണ് ഭക്ഷക്. മികച്ച സഹനടി 2 പേർക്ക് ദേശീയ അവാർഡ് കിട്ടി. സജന നമിദാസ്, മഹാരാജ, തമിഴ് സിനിമ. പിന്നെ ഒരാൾക്ക് കൂടി കിട്ടി രൂപശ്രീ വർക്കടി, മിത്യ, കന്നഡ സിനിമ. ഇനി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യമാണ് 100% ഗ്യാരണ്ടി. ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കും. ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം ഈ ചോദ്യം പ്രതീക്ഷിക്കാം. 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയ വ്യക്തി വൈക്കം വിജയലക്ഷ്മി, മലയാളിയാണ്. ഓക്കെ, സിനിമയാണ് ARM, അജയൻ്റെ 2ാം മോഷണം. ദേശീയ അവാർഡ് നേടിക്കൊടുത്ത പാട്ടാണ് അങ്ങ് വാനക്കോണിൽ. ഉറപ്പായിട്ട് ചോദിക്കും, 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയത് ആർക്ക്? വൈക്കം വിജയലക്ഷ്മി. ഓക്കെ, അപ്പോൾ സിനിമയാണ് ARM, പാട്ടാണ് അങ്ങ് വാനക്കോണിൽ. മലയാള സിനിമയാണ്. ഓക്കെ, അപ്പോൾ മലയാളം സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മലയാള ഗായികയാണ്, അതും ഓർത്ത് വച്ചിരിക്കണം. ഓക്കെ, മികച്ച ഗായകൻ അഭയ് ജോധ്കർ. കരത് ഗൺപതി, അതാണ് സിനിമയുടെ പേര്. പാട്ടാണ് നവസജി ഗൗരി മാസി, മറാഠി ഭാഷയിലെ സിനിമയാണ്. ഇനി മികച്ച ഛായാഗ്രഹണം, ഇംഗ്ലീഷാണ്, സിനിമാറ്റോഗ്രാഫി. അതായത് ക്യാമറ വർക്ക്. മലയാളിക്കാണ് ദേശീയ അവാർഡ് കിട്ടിയത്, മലയാള സിനിമയ്ക്കാണ് ദേശീയ അവാർഡ് കിട്ടിയത്. ഓക്കെ, ഷഹനാദ് ജലാൽ. ഓക്കെ, ഷഹനാദ് ജലാൽ. സിനിമയാണ് ഭ്രമയുഗം. അപ്പോൾ മികച്ച ഛായാഗ്രഹണം, അതായത് സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ ക്യാമറ അവാർഡ് കിട്ടിയ ആളുടെ പേരാണ് ഷഹനാദ് ജലാൽ. സിനിമയാണ് ഭ്രമയുഗം, മലയാള സിനിമ. ഇനി മികച്ച തിരക്കഥ, ദേശീയ അവാർഡ് കിട്ടിയ ആളുടെ പേരാണ് B. സുകുമാർ. ഓക്കെ, സിനിമയാണ് പുഷ്പ ദി റൂൾ പാർട്ട് 2. ആ സിനിമ സംവിധാനം ചെയ്തത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ മികച്ച തിരക്കഥ B. സുകുമാർ. തെലുങ്ക് സിനിമയാണ്. ഓക്കെ, പുഷ്പ ദി റൂൾ പാർട്ട് 2. ഇനി മികച്ച എഡിറ്റിംഗ്, R. കലൈവണ്ണൻ. സിനിമയാണ് അമരൻ.
ഇനി മികച്ച സംഗീത സംവിധാനം അവാർഡ് കിട്ടിയ ആളുടെ പേരാണ് ശാശ്വത് സച്ദേവ്. സിനിമയാണ് ആർട്ടിക്കിൾ 370, ഹിന്ദി സിനിമ. അപ്പോൾ മികച്ച സംഗീത സംവിധാനം ശാശ്വത് സച്ദേവ്, ആർട്ടിക്കിൾ 370, ഹിന്ദി സിനിമ. ഇനി മികച്ച പശ്ചാത്തല സംഗീതം GV പ്രകാശ് കുമാർ. സിനിമയാണ് അമരൻ, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. കഴിഞ്ഞ തവണ 71ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ മികച്ച സംഗീത സംവിധാനമുള്ള ദേശീയ അവാർഡ് കിട്ടിയിരുന്നു. സിനിമയാണ് വാത്തി. തൊട്ടടുത്ത വർഷം മികച്ച പശ്ചാത്തല സംഗീതം. ഓക്കെ. ഇനി മികച്ച മലയാള സിനിമ. അപ്പോൾ നമുക്കറിയാം എല്ലാ വർഷവും നാഷണൽ ഫിലിം അവാർഡ്സിൽ അതായത് പ്രാദേശിക ഭാഷകൾക്കുള്ള മികച്ച സിനിമകൾ അവാർഡ് കൊടുക്കാറുണ്ട്. മികച്ച മലയാള സിനിമ, മികച്ച തമിഴ് സിനിമ, മികച്ച മറാത്തി സിനിമ, മികച്ച ബംഗാളി സിനിമ, അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ മികച്ച മലയാള സിനിമ മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. സംവിധാനം ഫാസിൽ മുഹമ്മദ്. അപ്പോൾ 55ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ മികച്ച 2ാമത്തെ മലയാള സിനിമയായിരുന്നു ഫെമിനിച്ചി ഫാത്തിമ. മാത്രമല്ല 55ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ ഷംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും കിട്ടി. അതും ഓർത്തു വച്ചിരിക്കുക. ഇനി മികച്ച നോൺ ഫീച്ചർ ഫിലിം. നമ്മൾ നേരത്തെ പറഞ്ഞു മികച്ച 2 കാറ്റഗറിയിൽ അവാർഡ് കൊടുക്കുന്ന ഫീച്ചർ ഫിലിം, നോൺ ഫീച്ചർ ഫിലിമും. അതിൽ മികച്ച നോൺ ഫീച്ചർ ഫിലിമാണ് ഫംഗാർ. സംവിധാനം സുമിര റോയി. മറാഠി ഇംഗ്ലീഷ് ഭാഷയിലെ സിനിമയാണ്. ഇനി ജൂറി ചെയർമാൻ, അതായത് പുരസ്കാര നിർണയ കമ്മിറ്റി ചെയർമാൻ. ഫീച്ചർ ഫിലിമിനും പ്രത്യേക ജൂറി ചെയർമാനുണ്ട്, നോൺ ഫീച്ചർ ഫിലിമിനും പ്രത്യേക ജൂറി ചെയർമാനുണ്ട്. അതിൽ ഫീച്ചർ ഫിലിം ജൂറി ചെയർമാൻ മലയാളിയാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും, ജയരാജ്. ഫോർ ദ പീപ്പിളും തിളക്കവും ജോണി വാക്കറും ഒക്കെ സംവിധാനം ചെയ്ത ജയരാജാണ് നമ്മുടെ ഫീച്ചർ ഫിലിം ജൂറി ചെയർപേഴ്സൺ. ഇനി നോൺ ഫീച്ചർ ഫിലിം ജൂറി ചെയർപേഴ്സൺ അസീം സിൻഹ, സിനിമയിൽ എഡിറ്ററാണ്. ഇവർ രണ്ടുപേരുമായിരുന്നു ജൂറി ചെയർമാൻമാർ. അപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഫീച്ചർ ഫിലിമാണ്. അപ്പോൾ ചോദിക്കും ഫീച്ചർ ഫിലിം ജൂറി ചെയർപേഴ്സൺ ആര്? മലയാളി ആയതുകൊണ്ട് ചോദിക്കുക. ആളുടെ പേരാണ് ജയരാജ്, സംവിധായകനാണ്. ഓക്കെ. ഇവരാണ് ഈ സിനിമയെല്ലാം കണ്ടിട്ട് മാർക്കിട്ടിട്ട് മികച്ച കാറ്റഗറിക്കുള്ള അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത്. എല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് നാഷണൽ ഫിലിം അവാർഡ്സ്. അപ്പോൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പല ആളുകളും വീഡിയോസ് കാണാറുണ്ട്, പലരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അത് ചെയ്യണം. ഓക്കെ. മാത്രമല്ല നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ. നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോഴ്സുകളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം. ഏറ്റവും മികച്ച ക്ലാസ്, ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. അതെല്ലാം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.